ഈ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകാം. എന്തായാലും അതൊരു സമവായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചില തർക്കങ്ങൾ, അല്ലേ, ചില സംശയങ്ങൾ. പെട്ടെന്നൊരു ദിവസം രാത്രിയാണ് ഈ സിസ തോമസിന്റെയും KTU സർവകലാശാല ചാൻസലറുടെയും കാര്യത്തിൽ ഇതാ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തീർന്നിരിക്കുന്നു എന്ന വിവരം നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനു മുമ്പ് മുന്നണിയിൽ അത് ചർച്ചയായിട്ടില്ല, പാർട്ടിയുടെ ഏതെങ്കിലും വേദികളിൽ ഫോറങ്ങളിൽ അത് ചർച്ചയായിട്ടില്ല. പെട്ടെന്നൊരു ദിവസം മുഖ്യമന്ത്രി വന്ന് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം വരും, അല്ലെ, സുപ്രീം കോടതി സ്വന്തമായ ഒരാൾ തീരുമാനിക്കുമെന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രി ലോക് ഭവനിൽ എത്തുന്നു, സംസാരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം വരുന്നു, അല്ലെ, എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ആ സമവായത്തിൽ അങ്ങനെ ഒരു അനുനയത്തിലേക്ക് എത്തിയതിൽ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്തായാലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനമെടുത്തത് അദ്ദേഹം ഒറ്റയ്ക്കാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മറ്റുള്ള നേതാക്കൾ പോലും ഈ വിഷയം അറിഞ്ഞത്. സമവായ നീക്കം രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും മുഖ്യമന്ത്രി പിൻവാങ്ങാൻ തയ്യാറായില്ല എന്നാണ് വിവരം. സഫ്വാൻ കാളികാവ് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സഫ്വാൻ, ഈ രണ്ട് VC-മാരുടെയും കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തിരുന്നു, സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഗൗരവം പാർട്ടിയുടെ വിവിധ ഫോറങ്ങളിൽ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഗവർണറുമായുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് ഒരു വിവിധ വേദികളുടെ സമ്മതം കൂടി വാങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി അതിലേക്ക് എത്തുകയല്ല ചെയ്തത്. പെട്ടെന്നൊരു നിമിഷം സെക്രട്ടേറിയറ്റിനെ പോലും അറിയിക്കാതെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അതിൽ CPI അടക്കമുള്ള PMC വിഷയത്തിൽ വലിയ എതിർപ്പും കലാപവും ഉണ്ടാക്കിയ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ തീരുമാനം ഇനി എങ്ങനെയാണ് മുന്നണിക്കകത്ത് കാര്യമായ ചർച്ചയ്ക്ക് കാരണമാകാൻ പോകുന്നത്? സൈഫുദ്ദീൻ ഇൻട്രോക്ക് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിഞ്ഞാന്ന് രാത്രിയോട് കൂടിയാണ് ഈ സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നതും ഈ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊരു സമവായ നീക്കം ഉണ്ടാവുന്നതും രണ്ട് സർവകലാശാലകളിലെയും ഗവർണറുടെയും സർക്കാരിൻ്റെയും പക്ഷക്കാരായ രണ്ടുപേരെ VC ആയി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത വന്നു. ഇതിനൊരു സമവായമായി എന്ന തരത്തിൽ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ചുള്ള വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി നേതാക്കൾ ഉയർത്തിയത്. PMC പോലെ ഒരു ഏകപക്ഷീയമായിട്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളൊരു കാര്യമാണ് നേതാക്കൾ വിമർശിച്ചത്. നമുക്കറിയാം, PMC വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിയിലും പാർട്ടിക്കകത്തും CPM വലിയ പ്രതിരോധമായിരുന്നു. ആ അർത്ഥത്തിൽ CPIയുടെ കണിശമായ നിലപാടിൻ്റെ പുറത്ത് ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് വരാൻ വരെ സർക്കാരിനായി. പക്ഷേ ഈ വിഷയത്തിലും അതേ ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കുറേ ആഴ്ചകളായി. ഇതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു സമവായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു വഴങ്ങൽ ഉണ്ടാവില്ല എന്നൊക്കെ തീരുന്ന ഘട്ടത്തിലാണ് ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ലോക് ഭവനിൽ എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വാർത്ത വരുന്നതും. എന്നാൽ ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPMന്റെ ഏറ്റവും ചെറിയ ബോഡിയാണ് സംസ്ഥാന തലത്തിൽ, ഇവിടെയുള്ള നേതാക്കൾ പോലും അറിയുന്നത് എന്നുള്ളൊരു വിമർശനമാണ് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു ഉണ്ടാവുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് CPIക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടു തന്നെയായിരുന്നു ഓരോ ഒത്തുതീർപ്പിലേക്ക് CPI തയ്യാറായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ തിരിച്ചടിയായതിനു ശേഷം അതിലും CPIക്ക് വലിയ അതിർത്തിയുണ്ട്, സ്വർണ്ണക്കൊള്ളയൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്നവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ വിഷയം കൂടി വരുമ്പോൾ, ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം കൂടി വരുമ്പോൾ CPI അതൃപ്തി തുറന്നു പറയാൻ തന്നെയല്ലേ സാധ്യത? ആ ഭിന്നത ഒന്നുകൂടി രൂക്ഷമാകില്ലേ?
അതിനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ദിവ്യ. ഏതായാലും CPI നേതാക്കളുടെ പ്രതികരണം വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾ പുറത്തു വരുന്നതും നേതാക്കൾ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ ചർച്ചകളൊക്കെ അതിൻ്റെ സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുണ്ടായി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് PMC വിഷയത്തിൽ ദിവ്യ തന്നെ സൂചിപ്പിച്ചതുപോലെ കടുത്ത വിമർശനം ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതെന്ത് സർക്കാരാണ് എന്നൊക്കെ തരത്തിലുള്ള കണിശമായ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലും CPI നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു PMC വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായത്. അങ്ങനെ ഒരു പിന്നോട്ട് പോകാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ ഒരു അതേ സ്വരത്തിൽ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിൽ അടക്കം നേതാക്കൾ ഉന്നയിച്ചത്. PMC വിഷയത്തിൽ സർക്കാർ കൈക്കൊണ്ടതുപോലെ മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ച ചെയ്യാത്ത ഒരു നീക്കമായി, രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നീക്കമായി എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന സാഹചര്യത്തിൽ CPI മുഖ്യ ഘടകകക്ഷിയായ LDFിലെ മുഖ്യ ഘടകകക്ഷിയായ CPI ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമവായം നടന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരമായി എന്നാണ് പാർട്ടി ഫോറങ്ങളിൽ തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ. ദിവ്യ സൈഫു.